ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി നൈക്ക ഹോൾ വീഡിയോ ആണ്. എല്ലാം ഞാൻ ഒത്തിരി നോക്കിയിട്ട് പിക്ക് ചെയ്ത കുറച്ച് സംഭവങ്ങളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ്. അപ്പോൾ ഒട്ടും നമുക്ക് താമസിക്കേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഡോവിൻ്റെ ഈ ബോഡി ബട്ടറാണ് കേട്ടോ. ഇതൊരു അടിപൊളി സംഭവമാണ്. ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് ആണ് കേട്ടോ. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്. എന്തിട്ടാലും ചിലപ്പോൾ ചില സാധനങ്ങൾ ക്രീംസൊക്കെ ഇട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയും ദേഹമൊക്കെ. അപ്പോൾ ഭയങ്കരമായിട്ട് ചൊറിയും, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പം തന്നെ ഞാനത് വാഷ് ചെയ്ത് കളയും. പക്ഷേ എനിക്ക് ഡോവിൻ്റെ ഈ സംഭവം നല്ല ഹെൽപ്ഫുള്ളാണ്. ചില പ്രോഡക്റ്റ്സൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു അടിപൊളി സംഭവമായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആദ്യത്തേത് ഡോവിൻ്റെ ഈ ബോഡി മോയ്സ്ചറൈസറാണ്. സെക്കൻഡ് വൺ ഞാൻ എടുത്തിരിക്കുന്നത് ഡോവിൻ്റെ തന്നെ ഒരു ഹെയർ മാസ്ക് ആണ്. ഡോവിൻ്റെ ഡീപ്പ് റിപ്പയർ ട്രീറ്റ്മെൻറ്റ് ഹെയർ മാസ്ക് ആണ്. അടിപൊളി ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇതും എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് 120 ml ആണ് കേട്ടോ. 120 ml റേറ്റ് വന്നിട്ട് കണ്ടുപിടിച്ചു ഗൈസ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കുറേ നേരം തപ്പി നടന്ന കേട്ടോ. കണ്ണാടി വെക്കണം, ചെറിയ കണ്ണിന് പ്രോബ്ലം ഉണ്ട്. 249. ചെറിയ പ്രോബ്ലം അല്ല, കുറച്ച് വലിയ പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് കാണാനൊക്കെ പറ്റും. ഇതൊക്കെ കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു വേർഡ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളൊക്കെ കാണാൻ പറ്റും, കുഴപ്പമില്ല. എന്നാലും പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഇതാണ് 249 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 120 ml ആണ്. നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കൂ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ലിപ് ബാമാണ്. ഇതെന്ന് പറയുന്നത് വിൽവയുടെ ലിപ് ബാമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിങ്ങനെ ചാപ്ഡായിട്ട് വിണ്ട് കീറിയിരിക്കുന്ന ലിപ്സിനൊക്കെ അടിപൊളിയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബുൾഗാരിയൻ, അങ്ങനെയാണെന്ന് പ്രൊണൗൺസ് ചെയ്യേണ്ടത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ബുൾഗാരിയൻ റോസ്. ഇത് മണത്ത് നോക്കിയേട്ടോ, അടിപൊളി റോസ് വാട്ടറിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. ഇത് പ്യുവർ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ജ്യൂസി കെമിസ്ട്രിയുടെ ബുൾഗാരിയൻ റോസ് വാട്ടർ പ്യുവർ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില പ്രോഡക്റ്റ്സൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് മോക്കുരു എല്ലാ സംഭവങ്ങളും വന്ന് കൊളാവുന്ന ഫേസാണ് എൻ്റെത്. ഫേസല്ല, സ്കിന്നാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് വാങ്ങിച്ചത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ, റിവ്യൂ ഒക്കെ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. നെക്സ്റ്റ് എന്ന് അടുത്തത് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് കോസ്റക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റൈൽ മ്യൂസിൻ പവർ എസെൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ഞാനും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഫേസിൽ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. പേടിച്ചാണ് ഓരോ പ്രോഡക്ട്സും അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. വൈറ്റമിൻ സി സിറം പോലും എനിക്ക് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് ഓരോ സാധനം വാങ്ങിക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്കിന്നിന് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് എൻ്റെത്. അപ്പം അങ്ങനെയുള്ളൊരു നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇതെനിക്ക് അടിപൊളിയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഞാനപ്പോൾ റിവ്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിക്കണം കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ബോട്ടിലാണ് വരുന്നത്. നല്ല രസമുണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഇങ്ങനെയാണ് വരുന്നില്ല. വന്നു ഗൈസ്. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. കയ്യിൽ നന്നായിട്ട് ബ്ലെൻഡായി. എൻ്റെ കയ്യിൽ നന്നായിട്ട് ബ്ലെൻഡായി കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡായി, നല്ല രസമായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. അപ്പോൾ
നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഭയങ്കര കട്ടിയുള്ള ഒരിതല്ല, ടെക്സ്ചറല്ല, കട്ടിയുള്ള ടെക്സ്ചറല്ല, ഭയങ്കര നന്നായിട്ട് സോഫ്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അടിപൊളിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇട്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മിനിമലിസ്റ്റിൻ്റെ ഈ മോയ്സ്ചറൈസറാണ്. ഇതെൻ്റെ 3rd ബോട്ടിലാണ്. ഇടയ്ക്ക് ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട്. ഈ മിനിമലിസ്റ്റിൻ്റെ ഈ മോയ്സ്ചറൈസറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മോയ്സ്ചറൈസറാണ്, നമ്മുടെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, വൈറ്റ് കാസ്റ്റോ അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് അബ്സോർവ് ആവും, ഇടുമ്പോൾ തന്നെ നന്നായിട്ട് അബ്സോർവ് ആവും കേട്ടോ. നല്ലതാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇങ്ങനെ ഒരു ഓയിൻമെൻറ്റിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് അതിന്, നല്ലതായിട്ട് അബ്സോർവ് ആവും കേട്ടോ. ഇട്ടാലുടൻ തന്നെ നന്നായിട്ട് അബ്സോർവ് ആവുന്നുണ്ട്. അടിപൊളിയാണ്. ഇട്ടിട്ട് എനിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല, പിമ്പിൾസോ അങ്ങനെയൊന്നും വന്നിട്ടില്ല, ബ്രേക്ക്ഔട്ട്സോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഇത് വാങ്ങിച്ചത്. ഇത് അടിപൊളിയാണ്, സ്കിന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എല്ലാത്തിനും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഇതെൻ്റെ ഫസ്റ്റ് ഐബ്രോ പെൻസിലാണ് ഗൈസ്. എന്ന് വെച്ചാൽ എനിക്ക് നല്ല കട്ടിയുള്ള ഐബ്രോസ് ആയിരുന്നു, ഇപ്പോഴും ആണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് താരനൊക്കെ വരുമ്പോൾ ആണെന്ന് തോന്നുന്നു. മുടി ചിലപ്പോൾ ഇവിടെയൊക്കെ ഒരു കൊഴിച്ചിലുള്ളത് പോലെ തോന്നി. അപ്പോൾ ഞാനും എന്തായാലും ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച ഐബ്രോ പെൻസിലാണ്. എന്തായാലും ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ റിവ്യൂ പറയാം കേട്ടോ. എറ്റ്യൂഡ് ഡ്രോയിങ് ഐ പെൻസിൽ എന്നാണ് ഇതിൻ്റെ പേര്, ഇതാണെന്ന് തോന്നുന്നു. ഇതൊരു ബ്രൗൺ കളറാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ബിലോ 200 ആണ്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കൂ. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. നിങ്ങളൊന്ന് പറയൂ ഗൈസ്, എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. എല്ലാവരും പറയും പൊതുവെ എൻ്റെ ഐബ്രോസ് രണ്ട് രീതിയാണ് കേട്ടോ, രണ്ടും അടുക്കാത്ത പോലെയാണ് നിൽക്കുന്നത്. എന്തായാലും എനിക്കൊന്ന് മിക്കവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തായാലും പറയൂ എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യണോ വേണ്ടതെന്ന്. പിന്നെ ഈ പെൻസിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മാസിൻ്റെ ഈ ബ്രഷാണ്, ഫൗണ്ടേഷൻ ബ്രഷാണ്. അടിപൊളി എന്നാണ് ഞാൻ റിവ്യൂ കേട്ടത്. അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇത് കണ്ട ഇങ്ങനെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ഇതാണ് കേട്ടോ, സോഫ്റ്റ് ബ്രസൽസാണ്. അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ കയറിയിരുന്നു, കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ഇത് ബ്രസൽസാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് എനിക്കിവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല സുഖം. നന്നായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇങ്ങനൊരു സംഭവം ഇവിടെ താഴെ ഇങ്ങനെ ഉണ്ട്, 2 ബ്രഷസാണ്. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ്, ചെറിയ ബ്രഷ് നമ്മുടെ ഐഷാഡോ ഇടാനും, ഇത് കാജൽ ഇടാനും ഉള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഒരെണ്ണത്തിൽ കിട്ടുമ്പോൾ അടിപൊളി സംഭവമാണ് കേട്ടോ. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇതൊരു സംഭവം മതി, നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് മാത്രം ക്യാരി ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ബ്രഷസും എടുക്കണ്ടേ, ഇത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതും ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്തിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഇപ്പം തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ തോന്നുന്നു. നല്ല രസമുണ്ട്. ഇപ്പം തന്നെ നമുക്കൊന്ന് മേക്കപ്പ് ഇടാൻ തോന്നും, അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തോന്നോ ഇളകി വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും ഇതും സൂപ്പറാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു.